Hello students. Now we are discussing important topic trigonometric identities. An equation involving trigonometric functions which is true for all those angles for which the functions are defined is known as trigonometric identity or identities. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് വെച്ചെങ്കിൽ നമ്മൾ ഐഡൻറ്റിറ്റീസ് എന്താണെന്ന് അറിയാം. അപ്പോൾ an equation involving trigonometric function which is true for all those angles. അപ്പോൾ എല്ലാ ആംഗിൾസിനും ഈക്വലാണ് ഇക്വേഷൻസിനാണ് നമ്മൾ ഐഡൻറ്റിറ്റീസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണെങ്കിൽ അത് നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് പറയും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 റിസൾട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ, സീക് തീറ്റ ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ, ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ ഈക്വൽ ടു കൊസീക് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് സൈൻ തീറ്റയും കണ്ടുപിടിക്കാം. സൈൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കൊസീക് തീറ്റ, കോസ് തീറ്റ ഈക്വൽ ടു 1 ബൈ സീക് തീറ്റ, കോട്ട് തീറ്റ ഈക്വൽ ടു 1 ബൈ ടാൻ തീറ്റ, സോ ടാൻ തീറ്റ ഈക്വൽ ടു 1 ബൈ കോട്ട് തീറ്റ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളെ ആദ്യത്തെ 4 ഐഡൻറ്റിറ്റീസ്. ഇനി ഉള്ളത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയ 3 ഐഡൻറ്റിറ്റീസാണ്. നമുക്ക് പലതവണ ഉപയോഗിക്കേണ്ടി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസാണ്. എന്ത് തന്നെയായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഐഡൻറ്റിറ്റീസാണ്. അതിൽ ഒന്നാമത്തത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ഇവിടെ എക്സ് ആണെങ്കിലും കുഴപ്പമില്ല. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അത് ഏത് വാല്യൂസിനും ഈക്വലാണ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തീറ്റ എന്നുള്ളതിന് പകരം ചിലപ്പോൾ നിങ്ങൾ കാണാൻ എക്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കാണാൻ എ ആയിരിക്കാം. അപ്പോൾ ഏതൊരു വാല്യൂ തീറ്റ കൊടുത്താലും അത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആണെങ്കിൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. 7th ഐഡൻറ്റിറ്റി 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റ, 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതാണ് ടോട്ടൽ 8 ഐഡൻറ്റിറ്റീസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ അവസാനത്തെ 3 ഐഡൻറ്റിറ്റീസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ നമ്മൾ പൈതഗോറിയൻ റിലേഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ പൈതഗോറിയൻസ് റിലേഷൻസ് പറയണമെങ്കിൽ നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വേണം. സോ ലെറ്റ് എ ബി സി ബി ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഫ്രം ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ഇവിടെ ഇത് ശ്രദ്ധിക്കുക, ഇത് എ ബി സി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, നമുക്കറിയാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ മട്ടത്രികോണമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഓർ പെർപെൻഡിക്കുലർ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇപ്പോൾ എ സി സ്ക്വയർ ഈക്വൽ ടു ഇതാണ് നമ്മളെ ഹൈപ്പോട്ടനസ്. എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഡിവൈഡ് 1 ബൈ എ സി സ്ക്വയർ. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ സ്ക്വയർ കൊണ്ട് ഈ ഇക്വേഷനെ 1 എന്നുള്ള ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുന്നു. സോ എ ബി ബൈ എ സി ഹോൾ സ്ക്വയർ പ്ലസ് ബി സി ബൈ എ സി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. ഇപ്പോൾ ഈ ഒരു ന്യൂ റിസൾട്ടിലേക്ക് നമ്മളെത്തി. അപ്പോൾ എ ബി ബൈ എ സി സ്ക്വയർ പ്ലസ് ബി സി ബൈ എ സി സ്ക്വയർ ഈക്വൽ ടു 1. ഇനി എന്താണ് എ ബി ബൈ എ സി? നമുക്കറിയാം ഇതാണ് തീറ്റ. സോ ഇതാണ് ഹൈപ്പോട്ടനസ്, ഇത് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. സോ എ ബി ബൈ ഇതാണ് എ ബി എന്നുള്ള സൈഡ്, എ ബി ബൈ എ സി. ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് സൈനാണ്. സോ സൈൻ തീറ്റ. നെക്സ്റ്റ് ബി സി ബൈ എ സി. ബി സി എന്ന് വെച്ചെങ്കിൽ അഡ്ജസൻ്റ് ആണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അത് കോസാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എ ബി ബൈ എ സിക്ക് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? സൈൻ സ്ക്വയർ തീറ്റ എന്ന് ഉപയോഗിക്കാം. ബി സി ബൈ എ സിക്ക് പകരം കോസ് സ്ക്വയർ തീറ്റ എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? ഇത് നമുക്ക് ഈ പൈതഗോറിയൻസ് റിലേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. പൈതഗോറിയൻ തിയറത്തിൻ്റെ ഒരു ആഫ്റ്റർ പ്രൊഡക്റ്റ് എന്ന നിലയിലാണ് നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടുന്നത്. ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഈവൻ നിങ്ങൾ മറന്നു പോയാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാണ്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഇതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1. ഒന്നുകൂടി എഴുതിയെന്നേ ഉള്ളൂ. ഇനി അതിനെ ഞാൻ ഡിവൈഡിങ് ബൈ ബി സി സ്ക്വയർ dividing by
ബി സി സ്ക്വയർ. ഇനി ഞാൻ ബി സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബി സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എ ബൈ ബി ബൈ ബി സി ഹോൾ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ ബി സി സ്ക്വയർ 1 ആണ്, ഈക്വൽ ടു എ ബൈ സി ബൈ ബി സി ഹോൾ സ്ക്വയർ. ഓക്കെ, നോക്കാം എന്താണ് എ ബി ബൈ ബി സി. എ ബി എന്ന് വെച്ചാൽ എന്താണ്? എ ബി എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡാണ്. സോറി, എ ബി എന്ന് വെച്ചെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ. എ ബി എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ്, അത് ഓപ്പോസിറ്റ് സൈഡാണ്. ഈ ആംഗിളിനെ സംബന്ധിച്ചത് ഓപ്പോസിറ്റ് സൈഡാണ്. ബി സി എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ടാൻ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ടാൻ തീറ്റ. സോ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു എന്താണ്? എ സി ബൈ ബി സി. എ സി എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ് അല്ലേ. ഇതാണ് നമ്മളെ എ സി. എ സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ആണ്. എ സി ബൈ ബി സി. അപ്പോൾ അത് എ സി ബൈ ബി സി എന്ന് പറയുന്നത് നമ്മളെ സീക്കാണ് അല്ലേ. കാരണം കോസ് എന്ന് വെച്ചെങ്കിൽ എ സി ബൈ ബി സി ബൈ എ സി ആണ് അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് നമ്മൾ കോസ്. പക്ഷേ ഇത് ചോദിച്ചിട്ട് നേരെ തിരിച്ചാണ്, എ സി ബൈ ബി സി. അപ്പോൾ നമുക്ക് 1 ബൈ കോസ് എന്ന് വെച്ചെങ്കിൽ സീക്കാണ്. സോ സീക്ക് സ്ക്വയർ തീറ്റ. ഇപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ, ഓർ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. ഇതാണ് നമ്മളെ ആദ്യത്തെ ഇക്വേഷൻ. ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മളെ സെയിം ഫോമുല, ആദ്യത്തെ നമ്മളൊരു ഫോമുല ഉണ്ട്. അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. ഇതിൽ നിന്ന് ഞാൻ എ ബി കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുന്നു. എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ഡിവൈഡിങ് ബൈ എ ബി സ്ക്വയർ. അപ്പോൾ എ ബി സ്ക്വയർ ബൈ എ ബി സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 പ്ലസ് ബി സി ബൈ എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സി ബൈ എ ബി ഹോൾ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനി നോക്കുക, ബി സി ബൈ എ ബി. ബി സി എന്ന് വെച്ചാൽ നമ്മളെ അഡ്ജസൻറ്റ് സൈഡാണ്. ഓക്കെ, ബി സി ബൈ എ ബി, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. ബി സി ബൈ എ ബി, ബി സി ബൈ എ ബി. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടാൻ ആണ്. സോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചെങ്കിൽ കോട്ടാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇംപ്ലൈസ് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എ സി ബൈ എ ബി. നോക്കാം, എ സി എന്ന് വെച്ചാൽ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ എ ബി എന്ന് വെച്ചെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ്. സോ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് സൈൻ തീറ്റയാണ്. സോ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചെങ്കിൽ 1 ബൈ സൈൻ തീറ്റയാണ്. 1 ബൈ സൈൻ തീറ്റ എന്ന് വെച്ചെങ്കിൽ കൊസിക് തീറ്റയാണ്. സോ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കൊസിക് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 3 ഐഡൻറ്റിറ്റീസ്. ഇതിനൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ബേസിക് ആയിട്ടുള്ള പൈതഗോറിയൻസ് തിയറം ഉപയോഗിച്ചിട്ട് മാത്രമാണ്. ഓക്കെ, വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. വെറും പൈതഗോറിയൻസ് തിയറം മാത്രമാണ് അപ്ലൈ ചെയ്തത്. ക്ലിയർ? അപ്പോൾ നമുക്ക് റിസൾട്ട് പറയാൻ പറ്റുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ചില സമയത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അതേപോലെ 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കൊസി സ്ക്വയർ തീറ്റ. സോ കോട്ട് സ്ക്വയർ തീറ്റ cosec square theta minus cot square theta is equal to 1, or cot square theta equal to cosec square theta minus 1, or 1 plus tan square theta is equal to sec square theta. Sec square theta minus tan square theta is equal to 1. Sec square theta minus 1 equal to tan square theta. ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ 3 ഇക്വേഷൻസിനാണ്. ഈ 3 ഇക്വേഷൻസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും പറയത്തക്ക രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, പ്രൂവ് ദാറ്റ് ഓക്കെ, നമ്മൾ 3 പ്രോബ്ലംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ ഈക്വൽ ടു സൈൻ സ്ക്വയർ എ. പ്രൂവ് ദാറ്റ് സൈൻ എ ഇൻറ്റു കോട്ട് എ ഈക്വൽ ടു കോസ് എ. പ്രൂവ് ദാറ്റ് സൈൻ എ ഇൻറ്റു സി കെ ഇൻറ്റു കോട്ട് എ ഈക്വൽ ടു 1. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് 1 പ്ലസ്
കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ ഈക്വൽ ടു സൈൻ സ്ക്വയർ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. കാരണം വെച്ചെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റി മാത്രം, ഒരു ഐഡൻറ്റിറ്റി അല്ല, ഒരു പണ്ടേ പഠിച്ച ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ. സോ 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ. ഇത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇക്വേഷൻസ് വന്നാൽ 1 പ്ലസ് കോസ് എ അല്ലെങ്കിൽ 1 പ്ലസ് എ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചെങ്കിൽ നമുക്കറിയാവുന്നൊരു ഫോർമുല എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 ഉണ്ട്, വൈയുടെ സ്ഥാനത്ത് കോസ് എ ഉണ്ട്. അപ്പോൾ 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ അത് ഡയറക്റ്റായിട്ട് ഞാൻ എഴുതാൻ പോവുകയാണ്. കാരണം നമുക്കറിയാം ഈ ഒരു ഇതാണ് നമ്മളെ ഹിൻഡി. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ നമുക്ക് എഴുതാം 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എ. സോ 1 മൈനസ് കോസ് സ്ക്വയർ എ അല്ലേ, 1 സ്ക്വയർ 1 തന്നെയാണ്. സോ 1 മൈനസ് കോസ് സ്ക്വയർ എ. ഓക്കെ, നമുക്കെന്തറിയാം, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഓർ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. അതിന് നമുക്കെന്തറിയാം 1 മൈനസ് കോസ് സ്ക്വയർ എ. അപ്പോൾ ഈ കോസ് സ്ക്വയർ എന്ന സമത്തിനപ്പുറം കൊണ്ടുപോകണം, അപ്പോൾ മൈനസ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ ആണ്. സോ അതിൽ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു സൈൻ സ്ക്വയർ എ. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 മൈനസ് കോസ് എ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ ആണ്. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം പറയുന്നത് പ്രൂവ് ദാറ്റ് സൈൻ എ ഇൻറ്റു കോട്ട് എ ഈക്വൽ ടു കോസ് എ. അത് ഡയറക്റ്റ് ആണ്. സോ സെക്കൻഡ് പ്രോബ്ലം സൈൻ എ ഇൻറ്റു കോട്ട് എ ഈക്വൽ ടു സൈൻ എ ഇൻറ്റു കോട്ടയ്ക്ക് പ്രകാരം നമുക്ക് എഴുതാം. കോട്ട എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കോട്ട ഈക്വൽ ടു 1/tan a ഓർ കോസ് എ ബൈ സൈൻ എ. അപ്പോൾ ഇവിടെ നമുക്ക് സൈനയും വെട്ടിക്കളയാം അല്ലേ. ബാക്കി എന്തുണ്ട്, അവശേഷിക്കുന്നത് കോസ് എ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടെന്താണ്, സൈൻ എ ഇൻറ്റു കോട്ട് എ ഈക്വൽ ടു കോസ് എ. ക്ലിയർ, കോസ് എ. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ എ ഇൻറ്റു സി കെ ഇൻറ്റു കോട്ട് എ ഈക്വൽ ടു 1 നോക്കാം. മൂന്നാമത്തത് സൈൻ എ ഇൻറ്റു സി കെ ഇൻറ്റു കോട്ട് എ. സൈൻ എ ഇൻറ്റു സി കെ ഇൻറ്റു കോട്ട് എ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഞാൻ സൈൻ എ ഇൻറ്റു കോട്ട് എ ഇൻറ്റു സി കെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ സൈൻ എനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, സൈൻ അവിടെ തന്നെ വെച്ചു. സി കെനെ ഞാൻ മാറ്റി എഴുതാണ്. സി കെ എന്ന് വെച്ചെങ്കിൽ 1/cos ആണ്, 1/cos എ ആണ്. അതിനുശേഷം കോട്ടേനെ ഞാൻ മാറ്റി എഴുതുന്നു. കോട്ടയെന്ന് വെച്ചെങ്കിൽ 1/tan ആണ്. സോ കോസ് എ ബൈ സൈൻ എ. ഓക്കെ, ഇവിടെ നോക്കുക, ഇതൊക്കെ ക്യാൻസലായി പോകുന്നുണ്ട്. സൈനയും ക്യാൻസലായിപ്പോയി, കോസയും ക്യാൻസലായിപ്പോയി. ബാക്കി നമുക്ക് അവശേഷിക്കുന്നത് 1 മാത്രമാണ് അല്ലേ, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ സൈൻ എ ഇൻറ്റു സി കെ ഇൻറ്റു കോട്ട ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ 3 പ്രോബ്ലംസും സോൾവ് ചെയ്തു. ഇനി നാലാമത്തെ പ്രോബ്ലം നോക്കാം. നാലാമത്തെ പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് tan x പ്ലസ് കോട്ട് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ്. tan x പ്ലസ് കോട്ട് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ്. ഇതും ഡയറക്റ്റ് തന്നെയാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രം ഡയറക്റ്റായിട്ട് അതിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ tan x എന്ന് വെച്ചാൽ അതിങ്ങനെ എഴുതാണ്, tan x പ്ലസ് കോട്ട് എക്സ് ഈക്വൽ ടു tan xൻ്റെ വാല്യൂ നമുക്കറിയാം. tan x എന്ന് പറയുന്നത് sin x ബൈ കോസ് എക്സ് പ്ലസ് കോട്ട് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഇനി നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ഇത് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഇതും ഗുണിക്കാം, ഇതും ഗുണിക്കാം, എന്നിട്ട് സം ചെയ്യാം.
ഇതിൻ്റെ താഴത്തെ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാം, ഗുണിച്ചിട്ട് അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, സോ നോക്കാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സമയത്ത് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, ഇതും ഗുണിച്ചു. ഇനി ഗുണിക്കേണ്ടത് ഇതും. സൈൻ പ്ലസ് ആണ്, പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ബൈ, ഇനി ഇതും ഗുണിക്കാം, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. സോ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ് ആണ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്, ബൈ സൈൻ എക്സ് കോസ് എക്സ്. സോ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്, 1 ബൈ സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ 1 ബൈ സൈൻ എക്സ് ഇൻറ്റു 1 ബൈ കോസ് എക്സ് എഴുതാം. 1 ബൈ സൈൻ എക്സ് എന്ന് വെച്ചെങ്കിൽ കോസിക് എക്സ് ആണ്, കോസിക് എക്സ്, 1 ബൈ കോസ് എക്സ് എന്നുള്ളത് സീക്ക് എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു കോസിക് എക്സ് ഓർ കോസിക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഇതിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ് ടാൻ എക്സ്, എന്താണ് കോട്ട് എക്സ് എന്നറിയാം. പിന്നെ ജസ്റ്റ് ഫ്രാക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് കൂട്ടുക എന്നുള്ള കാര്യം കൂടി നോക്കുക. ഇത്രയും കൂടി കിട്ടിയാൽ ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കുക. ഇനി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സി, ഇഫ് സൈൻ തീറ്റ ഈക്വൽ ടു 4/5, വെരിഫൈ ദാറ്റ് sin square theta plus cos square theta is equal to 1, 1 plus tan square theta is equal to 6 square theta, 1 plus cot square theta equal to cosec square theta. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈൻ തീറ്റ എന്നുള്ള ഒരു വാല്യൂ തന്നിട്ടുണ്ട്, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 4/5. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള 3 ഐഡൻറ്റിറ്റീസ് വെരിഫൈ ചെയ്യണം. വെരിഫൈ എന്ന് വെച്ചെങ്കിൽ നമ്മൾ അതിൽ തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ബാക്കി ഐഡൻറ്റിറ്റീസ് കണ്ടുപിടിക്കാം. അതായത് സൈൻ തീറ്റ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം, ടാൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം, സീക്ക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം, കോട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം, കൊസിക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതൊക്കെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടോ, അതായത് RHSഉം LHSഉം ഈക്വൽ ആണെന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 4/5 തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ വെച്ച് നമ്മൾ ഒരു ട്രയാങ്കിൾ വരക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തീറ്റ ബി എന്നുള്ള ആംഗിൾ തീറ്റ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി തന്നിട്ടുള്ളത് സൈൻ തീറ്റ ഈക്വൽ ടു 4/5. അപ്പോൾ നമുക്കറിയാൻ പറ്റും സൈൻ തീറ്റ 4/5 ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടനസ് 5 ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് 4 ആയിരിക്കും. ഇനി നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് 4 സ്ക്വയർ പ്ലസ് സം ബേസ് സ്ക്വയറിന് AB സ്ക്വയർ എടുക്കുന്നു. സോ 4 സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ കിട്ടണം. അപ്പോൾ AB സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് വെച്ചെങ്കിൽ 9 ആണ് അല്ലേ. 25 മൈനസ് 60 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ AB സ്ക്വയർ ഈക്വൽ ടു 9. സോ AB ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് നിങ്ങൾ എഴുതി നോക്കാം കേട്ടോ. എന്നാലും എങ്ങനെയാണ് 3 വരുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് എഴുതി നോക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഐഡൻറ്റിറ്റീസ് കണ്ടുപിടിക്കാം. സൈൻ തീറ്റ തന്നിട്ടുണ്ട്, സോ കോസ് തീറ്റ. ഈ തന്ന കാര്യങ്ങൾ ഞാൻ വേറൊരു ഇതിൽ മാർക്ക് ചെയ്ത് ഇനി ഐഡൻറ്റിറ്റീസ് ഞാൻ എഴുതാൻ പോവുകയാണ്. സോ കോസ് തീറ്റ ഈക്വൽ ടു, കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സോ ഇറ്റ് ഈസ് 3/5. ഓക്കെ, അതേപോലെ ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്, 4/3. അതിനുശേഷം സീക്ക് തീറ്റ എന്ന് പറയുന്നത് 1 കോസ് തീറ്റ ആണ്. സോ 5/3. കോസിക് തീറ്റ വെച്ചെങ്കിൽ 1 സൈൻ ആണ്. സൈൻ തന്നിട്ടുണ്ട് 4/5 ആണ്. സോ 5/4. ഇനി കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റ ഈക്വൽ ടു 3/4 അല്ലെ, 1/10 ആണ്. സോ ഇറ്റ് ഈസ് 3/4. അപ്പോൾ ഇത്രയും വാല്യൂ നമ്മൾ ഓരോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. സൈൻ തീറ്റ എന്ന് പറയുന്നത് 4/5 ആണ്. സോ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 4/5 ഹോൾ സ്ക്വയർ. അത് നോക്കാം. സോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 4/5 ഹോൾ സ്ക്വയർ
പ്ലസ് കോസ് എന്ന് പറയുന്നതിന് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ 3/5 ആണ്. 3/5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16/25 പ്ലസ് 9/25 അല്ല 9 ആണ് 9/25. സോ ആൻസർ നമുക്ക് കിട്ടും 25/25 1 ആണ്. സോ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് വെരിഫൈ ചെയ്തു. സോ LHS എന്തായിരുന്നു? LHS എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആയിരുന്നു. RHS എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോ LHS ഈക്വൽ ടു RHS. സോ ഹെൻസ് വി വെരിഫൈഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ വെരിഫൈ ചെയ്യേണ്ടത് നോക്കാം. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. സോ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ നോക്കാം. ഇതാണ് നമ്മുടെ LHS. സോ 1 പ്ലസ് ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 4/3 ആണ്. സോ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 4/3 ഹോൾ സ്ക്വയർ അല്ലേ ഈക്വൽ ടു 1 പ്ലസ് 16/9 ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്താൽ അല്ലേ 9 പ്ലസ് 16/9. ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചെങ്കിൽ നമ്മൾ 1 × 9 പ്ലസ് 16/1 × 9. സോ ഇറ്റ്സ് 9. സോ നമുക്ക് കിട്ടും എന്ത് കിട്ടും? 25/9. ഇതാണ് നമുക്ക് അതിൻ്റെ LHS കിട്ടുന്നത്. ഇതിൻ്റെ RHS എന്ന് പറയുന്നത് എന്തായിരുന്നു? RHS എന്ന് പറയുന്നത് നോക്കുക. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ RHS സീക്ക് സ്ക്വയർ തീറ്റ ആണ്. സീക്ക് തീറ്റ എന്താണ്? സീക്ക് തീറ്റ എന്ന് പറയുന്നത് 5/3 ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 5/3 ഹോൾ സ്ക്വയർ. 5/3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 25/9 ആണ്. നമുക്കിട്ട് 25/9 ആണ് LHS കിട്ടിയത്. ഇതാണ് നമ്മൾ RHS അല്ലേ? ഇതാണ് നമ്മൾ RHS. 25/9 ആണ് നമുക്ക് RHS കിട്ടുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഐഡൻറ്റിറ്റിയും പ്രൂവ് ചെയ്തതായിട്ട് പറയാൻ പറ്റും. അതായത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ. ഇനി ലാസ്റ്റ് ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് ഐഡൻറ്റിറ്റിയിൽ പറയുന്നത് അതായത് 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ നോക്കാം. 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 3/4 ആണ്. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 3/4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് 9/16 അല്ലേ ഈക്വൽ ടു 16 പ്ലസ് 9/16/9 പ്ലസ് 16. സോ ഇറ്റ്സ് 25/16 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മളെ LHS. ഓക്കെ. ഇനി RHS നോക്കാം. RHS എന്ന് പറയുന്നത് കോസിക് സ്ക്വയർ തീറ്റ ആണ്. കോസിക് തീറ്റ നോക്കാം. കോസിക് തീറ്റ പറയുന്നത് 5/4 ആണ്. സോ കോസിക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 5/4 ഹോൾ സ്ക്വയർ അല്ലേ? 5/4 ഹോൾ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25/16. ഇതാണ് നമ്മൾ RHS. അപ്പോൾ ഇവിടെ നോക്കുക LHS ഉം RHS ഈക്വൽ ആണ്. ഹെൻസ് തേർഡ് ഇക്വേഷൻസ് വെരിഫൈഡ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും വെരിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു സൈൻ തീറ്റ എന്നുള്ള ആംഗിൾ തന്നിട്ട് നമ്മളോട് 3 ഇക്വേഷൻ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 ഇക്വേഷനും വെരിഫൈ ചെയ്തു. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ പ്രോബ്ലം ഇതാണ്. ഇഫ് കോസ് തീറ്റ ഈക്വൽ ടു 1/2 ഇൻ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വെരിഫൈ ദാറ്റ്. ഒന്നാമത്തത് ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആൻഡ് കോട്ട് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇത് നമ്മൾ ട്രിഗ്നോമെട്രി ഐഡൻറ്റിറ്റീസ് ആയിട്ട് പഠിച്ച 2 സാധനങ്ങളാണ് ഇതും. അപ്പോൾ ചോദ്യം ഇതാണ്. ഇഫ് കോസ് തീറ്റ എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട് 1/2. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്താണ്, കോട്ട് തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കാം. അത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണോ കോസ് തീറ്റ ബൈ സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഓക്കെ. ഇത്രയാണ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.